മക്കളെ, ഇന്ന് നമുക്ക് ഗിടുക്കി എന്ന ചാപ്റ്ററിലെ പടുക്കഥ നോക്കാം. നിങ്ങൾക്ക് ആ ഫസ്റ്റ് ചാപ്റ്റർ ഗിടുക്കി എന്നതിൽ നിന്നും പടുക്കഥയും അതുപോലെ തന്നെ വാർത്താലാപം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിന്ന് പടുക്കഥയാണ് നോക്കുന്നത്. വാർത്താലാപം ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതായത് പടുക്കഥയിൽ വേണ്ട കാര്യങ്ങൾ സ്ഥാൻ, സമയ, പാത്ര, വേഷഭൂഷയൊക്കെ വേണം. അതേസമയം വാർത്താലാപിന് ഇതൊന്നും വേണ്ട. വാർത്താലാപിന് അവർ തമ്മിലുള്ള സംഭാഷണം മാത്രം മതി. സംവാദം കണ്ടോ, ഈ സംവാദം മാത്രം മതി വാർത്താലാപിന്. അപ്പോൾ വാർത്താലാപ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിതാ ഇവിടെ നിങ്ങോട്ടുള്ള കാര്യം മാത്രം എഴുതി കൊടുക്കുക. വാർത്താലാപ് സംവാദ് ആണ് വാർത്താലാപായിട്ട് വരുന്നത്. സംവാദം എന്ന് പറഞ്ഞാലും വാർത്താലാപം എന്ന് പറഞ്ഞാലും ബാത്ചിത്ത് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എക്സാമിന് സംവാദ് തയ്യാർ കരോ എന്ന് പറയും, ബാത്ചിത്ത് തയ്യാർ കരോ എന്ന് പറയും, വാർത്താലാപ് തയ്യാർ കരോ എന്ന് പറയും. ഈ മൂന്നെണ്ണം ഒരു കാര്യം തന്നെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പടുക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. ഇനി നമ്മളിതിനോട് കൂടി തന്നെ ഈ ചാപ്റ്ററിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള, എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ ബ്രാക്കറ്റൊക്കെ തന്നിട്ട് എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള മിലാൻകരയും അതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ട്യൂഷന് പോവാതെ ക്ലാസ് കണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കൂടെ ഒന്ന് നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം ക്ലാസ് ഇടാനായിട്ടല്ലേ. അപ്പോൾ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 20 മാർക്കിന് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇടുന്നതായിരിക്കും. എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പടുക്കഥയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് സ്ഥാനാണ് അല്ലേ. സ്ഥാൻ, സമയ, പാത്ര, വേഷഭൂഷ അതൊക്കെ എഴുതണമെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ട്. പടുക്കഥയ്ക്ക് 9ാം ക്ലാസ്സിനെ പഠിച്ചു വെച്ച കാര്യമാണ്. പടുക്കഥ എഴുതുമ്പോൾ സ്ഥാൻ, സമയ, പാത്ര, വേഷഭൂഷയൊക്കെ വേണം അല്ലേ. അപ്പോൾ ഈ പാത്ര ഏത് ഇവിടെ തന്നെയാണ് നമ്മൾ വയസ്സും അതുപോലെ തന്നെ വേഷഭൂഷ ഒക്കെ എഴുതിയിരിക്കുന്നത്. ആയു പറഞ്ഞാലാണ് വയസ്സ്. ആ എല്ലാ കാര്യങ്ങളും ഈ പാത്രം നേടിയ ഭാഗത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. വേറെ എഴുതുന്നതിനേക്കാൾ സിമ്പിളാണിത്. നോക്കൂ, സ്ഥാൻ എഴുതിയിരിക്കുന്നത് റെയിൽഗാഡി കാ ജനറൽ ഡിബ്ബ. റെയിൽഗാഡി കാ ജനറൽ ഡിബ്ബ. സ്ഥലം എവിടെയാണ്? സ്ഥലം ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. സമയം സുബ് 8 ബജെ. സമയം എപ്പോഴാണ്? രാവിലെ 8 മണി. പാത്ര പത്നി, ഇതിലുള്ള കഥാപാത്രമാണ് പത്നി, ഭാര്യ. ആയു വയസ്സ് 40. അവർ ധരിച്ചിരിക്കുന്ന വേഷം ചുരിദാറാണ്. അടുത്തത് യുവതിയാണ്. ഇതിലുള്ള കഥാപാത്രമായിട്ട് വരുന്നത് യുവതി. ഷാൾ ബേജ്നെ വാലി. ഷാൾ വിൽപ്പനക്കാരിയാണ് ഈ യുവതി. അവരുടെ വയസ്സും ഏകദേശം 40 ആണ്. 40. വേഷം, അവരുടെ വേഷവിധാനം സാരിയാണ്. അവർ കാഞ്ചലി, സാരിയും ബ്ലൗസാണ് അവർ ധരിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് പിന്നീടുള്ളത് പതി, ഭർത്താവാണ്. സംവാദമേ കം, അദ്ദേഹം സംഭാഷണത്തിൽ കുറവാണ്, വളരെ സംസാരം കുറവാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ലേഖകനാണ് അല്ലേ. ഇതിലെ ഈ പതിയായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ കഥയിലെ ലേഖകൻ. ആയു ഏകദേശം 45 വയസ്സ്. വേഷ് കുർത്ത ഓർ പത്ലൂൻ, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വേഷം കുർത്തയും അതുപോലെ തന്നെ പത്ലൂൻ പാൻറ്റും ഷർട്ടുമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ഇനി युवती डिब्बे में प्रवेश करती है और रंग बिरंगी शालों का गट्टर गोलती है और युवती और पत्नी के बीच मोल तोल शुरू होता है. അപ്പോൾ അവിടെയുള്ള ഘടനയാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. ദൃശ്യ ആവിഷ്കാർ അല്ലേ. ദൃശ്യക്ക ആവിഷ്കാർ, ഘടനയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ദൃശ്യക്ക ആവിഷ്കാർ എന്ന് എഴുതണം കേട്ടോ അവിടെ. ദൃശ്യക്ക ആവിഷ്കാർ. യുവതി ഡിബ്ബേ മേം പ്രവേശ് കർത്തി ഹെ. യുവതി ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറി വരുന്നു. ആ രംഗ് ബിരംഗി ഷാളോ കാ ഗട്ടർ ഗോൽത്തി ഹെ. പല നിറത്തിലുള്ള ഷാളിന്റെ കെട്ട് തുറക്കുന്നു. യുവതി ഓർ പത്നി കെ ബീച്ച് മോൽ തോൽ ശുരു ഹോത്താ ഹെ. യുവതിയും ഭാര്യയും തമ്മിൽ വിലപേശൽ ആരംഭിക്കുന്നു. അതാണ് സന്ദർഭം.
ഇനി അവർ തമ്മിലുള്ള സംഭാഷണമാണ് സംവാദ്. സംവാദ് സംവാദ് പറഞ്ഞാൽ സംഭാഷണം. യുവതി ദീദി ജമ്മു ജമ്മു ആണ് കേട്ടോ. ജമ്മു കി ഷാൾ ലേ ലോ ബഹുത്ത് ബടിയാ ഹെ. ചേച്ചി ജമ്മു കാശ്മീരിലെ ഷാളാണ്, എടുത്തോളൂ. ബഹുത്ത് ബടിയാ ഹെ വളരെ നല്ലതാണ്. നമ്മൾ പാഠത്തിൽ പറഞ്ഞ അതേ സെന്റൻസ് ഞാൻ ഇവിടെ വരുന്നത്. പത്നി കിത്തനെ കി ഹെ എത്രയാണ്. യുവതി 250 की. യുവതി പറയാണ് 250 250 രൂപ എന്ന് പറയാണ്. പത്നി ഇത്തനി മഹങ്കി ഇത്രയും കൂടുതലോ. യുവതി എന്താ പറയുന്നത്, ജ്യാദാ ലഗേ തോ കം കർ ദേഗി. എന്താ പറയണത്, കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് തരും എന്നാണ് പറയുന്നത്. പത്നി മുജേ ദുക്കാൻ കോൽനി ഹെ ക്യാ. എനിക്ക് കട തുറക്കാനാണോ. പത്നി ചോദിക്കുകയാണ്. യുവതി മുസ്കരാക്കർ. അത് കേട്ടപ്പോൾ എന്ത് ചെയ്യുന്നു, യുവതി പുഞ്ചിരിക്കുന്നു. നമ്മൾ വാർത്താലാപം എഴുതുന്ന സമയത്ത് ഇതുപോലെ ബ്രാക്കറ്റുള്ള കാര്യങ്ങൾ വേണ്ട, മനസ്സിലായോ. യുവതി ലേ ലോന ബഹനോ ഓർ ബാബിയോ കിലി എടുക്കൂന്നേ. ചേച്ചിമാർക്കും അതുപോലെ തന്നെ സഹോദരിമാർക്കും ചേട്ടത്തിമാർക്കൊക്കെ വേണ്ടി എടുക്കൂന്നേ എന്ന് പറയാം. പത്നി അച്ഛ 5 പീസ് ലൂൺ തോ കിത്തനെ കെ ദോഗി. 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്രയാവും. യുവതി 200 രൂപയെ. യുവതി 200 രൂപയെ പർ പീസ് ലേ ലേന ദീദി. പീസിന് എത്ര രൂപ വരും, 200 രൂപ. പത്നി 100 രൂപയെ പർ പീസ്. അപ്പോൾ യുവതി പത്നി പറയാണ് അത് ഇല്ല, അത്ര 200 എന്താ പറയുക, 200 രൂപയ്ക്കൊന്നും പറ്റൂല. നെഹി എന്ന് പറയണം. പറഞ്ഞാൽ നെഹി എന്നാണ് കേട്ടോ, വേണ്ട. 100 രൂപയെ പർ പീസ്. ഒരു പീസിന് എത്ര രൂപയെ പറയുന്നത്, 100 രൂപ എന്ന് പത്നി പറയാണ്. യുവതിക്ക് ആങ്കെ നമി ഹോ ജാത്തി ഹെ. നമ്മൾ പടുക്കഥ എഴുതുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ബ്രാക്കറ്റുള്ള കാര്യങ്ങൾ ഇടുന്നത്. അതായത് യുവതിയുടെ കണ്ണുകൾ നിറയുന്നു, ഈറനണിയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് നമ്മൾ വാർത്താലാപം എഴുതുന്ന സമയത്ത് ഈ കാര്യം വേണ്ട. ഓക്കെ, വാർത്താലാപം എഴുതുമ്പോൾ ആ സംഭാഷണം മാത്രം എഴുതിയാൽ മതി. യുവതി ദീദി സൗത്തോ ബഹുത്ത് കം ഹേ. അപ്പോൾ യുവതി ചോദിക്കുകയാണ്, ചേച്ചി 100 വളരെ കുറവാണ്. പത്നി ചൽന തേരി ഇന്ന മേരി 150 per പീസ്. അപ്പം പത്നി എന്താ പറയുന്നത്, എന്നാൽ രണ്ടും അല്ലാത്തൊരു വില അല്ലേ, രണ്ടുമല്ലാത്ത ഒരു വിലയാണ് പറയുന്നത്. എത്രയാണ്, 150 150 രൂപ. യുവതി അച്ഛാ ദീദി ടീക്ക് ശരി ചേച്ചി. ലോ രംഗ് പസന്ത് കർലോ. എടുത്തോളൂ, ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുത്തോളൂ എന്ന് പറയാണ്. പത്നി 5 ഷാൾ അലഗ് കർത്തി ഹെ. പതി പൈസ നികാൽ കർ ദേത്തി ഹെ. യുവതി ചലി ജാത്തി ഹെ. ഭാര്യ 5 ഷാൾ വേർപ്പെടുത്തി എടുക്കുന്നു, ഭർത്താവ് പൈസ എടുത്തു കൊടുക്കുന്നു. യുവതി ചലി ജാത്തി ഹെ. യുവതി എന്ത് ചെയ്യുന്നു, പോകുന്നു. അതാണ് നമ്മുടെ ഈ പടുക്കഥ. സീൻ സമാപ്ത് അല്ലെങ്കിൽ ദൃശ്യ സമാപ്ത് എന്ന് എഴുതാം കേട്ടോ. സീൻ എന്ന് എഴുതാം, ദൃശ്യ എന്ന് എഴുതാം. ദൃശ്യ സമാപ്ത് എന്ന് എഴുതാം. ഫസ്റ്റ് ദൃശ്യേക്കെന്നോ ദോന്നോ ഒക്കെ കൊടുക്കുക ഫസ്റ്റിൽ കേട്ടോ. സീനേക്ക് അല്ലെങ്കിൽ ദൃശ്യേക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ പടുക്കഥ ഉള്ളത്. എല്ലാവരും നോക്കിയിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത് തന്നെ ഈ ചാപ്റ്ററിന് മാത്രമായിട്ട് ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു എക്സാം നമുക്ക് നടത്താം. എല്ലാവരും സ്വയം ചെയ്യാൻ നോക്കുക. ആൻസറും കൂടെ ഉണ്ടായിരിക്കുമെങ്കിലും നിങ്ങൾ ആൻസർ നോക്കാതെ ആദ്യം തന്നെ ചെയ്ത് നോക്കുക. എത്ര ശരിയായി എന്ന് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.